നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ഷമ പാലിക്കണം. ക്ഷമ കാണിക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. നമുക്ക് അതിര് വിട്ടിട്ടുള്ള ആവേശങ്ങൾ കാരണമാണ് ഒക്കെ അപകടം വരുത്തി വെക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പട്ടികളെയും നായക്കളെയും മൃഗങ്ങളെക്കാട്ടിലും എന്താ പറയുക, പിന്നെ അതമ്പതിച്ചു പോയി ഈ മനുഷ്യവർഗം, മനുഷ്യൻ്റെതായ വർഗം. അപ്പോൾ അതിൽ പെട്ട ഒരു അംഗം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ്. ഞാനിത് പറയണ്ട എഴുതിയതാണ്. കാരണം എന്തിൻ്റെ പേരിലറിയില്ല, ജനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അന്ന് അതുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഇവർക്ക് പറയാനുള്ളതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. കൂട്ടത്തിനെതിരെ FIR, രാഹുലിനെതിരെ 10 പരാതികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടു കാണും. നിങ്ങളിൽ പലരും വിചാരിച്ചും കാണും 10 പരാതിയൊക്കെ വന്നതല്ലേ, പ്രശ്നമല്ലേ. സത്യം എന്താണെന്നറിയാമോ? ഞെട്ടണം നിങ്ങൾ ഓരോരുത്തരും. അതിലെ 5 പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏതറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോകും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ആഭ്യന്തര വകുപ്പ് ഇതിപ്പോൾ ഒരു മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വമേധയാ തന്നെ ഒരു പൊതു താൽപര്യ ഹർജി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്നേ ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലിൽ ജനങ്ങൾ നാളെ തിരുവോണമല്ലേ, അപ്പോൾ തിരുവോണത്തിന് വേണ്ടിയിട്ട് പായാണ്. പക്ഷേ ജനങ്ങളുടെ കയ്യിൽ പൈസ അല്ല. എന്നിട്ടൊരു കാര്യമല്ല, നമ്മൾ എങ്ങടെയും തിരിയാൻ നിൽക്കുകയാണെങ്കിലാണ് വണ്ടികളെ കൊണ്ട് ആകെ ഇടങ്ങാറ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളാണ്, എങ്ങടെയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണിപ്പോൾ കേരളത്തിലെ എല്ലാ മലയാളികളും. അപ്പോൾ നിറഞ്ഞ ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകളല്ല, നിറഞ്ഞ ഓണാശംസകൾ. അത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നാണിപ്പോൾ ഒരു എന്താ പറയുക സംശയം. കാരണം ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ പല വാർത്തകളാണ് നമുക്ക് വരുന്നത്. പല വെറൈറ്റി വാർത്തകളാണ് നമ്മൾ. അപ്പോൾ കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാത്തത്. ഞാൻ വേറെ കാര്യം കൂടി പറയാം. നമ്മളൊക്കെ റോഡിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റോഡിൻ്റെ മര്യാദകൾ പാലിച്ചിട്ട് റോഡിലെ ഓണാഘോഷം ആഘോഷിക്കുക. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോരോ വാർത്തകളാണ് വരുന്നത് റോഡിലെ അപകടങ്ങൾ കാരണം. ഇപ്പോൾ
ഇന്ന് പുലർച്ചെ ഉത്രാടപ്പുലരിയിൽ തന്നെ ഉണ്ടായ ഒരു അപകടം. അതിൽ 3 ജീവനാണ് നഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി ഒരു അപകടം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഇന്നും അതേ സമാനമായ അപകടം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ഷമ പാലിക്കണം. ക്ഷമ കാണിക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. നമുക്ക് അതിര് വിട്ടിട്ടുള്ള ആവേശങ്ങൾ കാരണമാണ് ഒക്കെ അപകടം വരുത്തി വെക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ ഇടിച്ച വാഹനം KSRTC ഒരു കാറും കൂടി ഇടിച്ച സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ രാവിലെ ഉണരുന്നത് തന്നെ ഈ ദുഃഖവാർത്ത കേട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വാർത്താക്കാർക്ക് നല്ലൊരു ചാകരയും കൂടി ആയിരുന്നു, അതും കൂടി ഞാൻ പറയാം. അല്ലാതെ ഇപ്പോൾ അവർ ഈ ഉത്രാടപ്പുലരിയിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ന്യൂസ് കൊണ്ടുവരില്ല. ചില ആൾക്കാർ ആംബുലൻസിൻ്റെ പുറകെ പിടിക്കുന്നതാണ്. അത് ഭയങ്കര വലിയ തെറ്റാട്ടോ. അത് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ട് പോകണം. അപ്പോൾ ആ വാഹനത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുലർച്ചെ ഭാര്യയുടെ സഹോദരനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയതാണത്രേ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൂട്ടിയിട്ടാണ് പോയത്. അതൊക്കെ ഒരു സമയം എന്നും കൂടി പറയാം. അപ്പോൾ അത് വല്ലാത്തൊരു സമയം തന്നെ ആയി ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സമയത്ത് ഉറങ്ങിപ്പോവാനും KSRTC വന്ന് ഇടിക്കാനുമുള്ളൊരു സാഹചര്യം അമിത വേഗമായിരുന്നു. കാരണം 2 ബസ്സും 2 വാഹനങ്ങളും അമിത വേഗത്തിലായിരുന്നു. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് KSRTC ഫാസ്റ്റ് പാസഞ്ചറാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴുള്ള KSRTCത്തെ ഡ്രൈവർമാരെ സംബന്ധിച്ചിട്ട് നല്ല കാര്യങ്ങൾ നല്ല വർത്തമാനം പറയാൻ കിട്ടുന്നില്ല പൊതുവേ കേട്ടോ. അപ്പോൾ അതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദുഃഖകരമായൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഉറക്കം വരുമ്പോൾ നമുക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ വേറെ ഡ്രൈവറെ വെക്കണം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ വണ്ടി വിളിക്കണം. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. നമ്മളൊക്കെ നമുക്കൊന്നും കഴിയില്ല, എനിക്കൊന്നും പറ്റില്ല. കാരണം നമ്മളൊക്കെ ഒരു 8 മണി വരെ 9 മണി വരെ വാഹനം എന്താ പറയുക റോഡിൽ ഇറക്കാറുള്ളൂ. പിന്നെ ഓട്ടം ഉണ്ടാവില്ല കേട്ടോ, അതും കൂടി പറയാം. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. ഈ ആൾക്കാർക്ക് അന്തല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ചാടുമ്പോൾ ബാക്കിൽ വല്ല വണ്ടികൾ വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സ്പീഡ് പോകുമ്പോൾ അവർ സ്പീഡ് കൂട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചവിട്ടുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊതുജനങ്ങളായ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി മുട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്തായാലും പറയാം, ഉത്രാടപ്പാച്ചിലല്ലേ, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ നൊണ്ടിനായും പറയും തീർച്ചയായിട്ടും. അതുകൊണ്ടൊന്നൊരു പ്രയോജനമില്ല. ഇപ്പോൾ മണ്ണാർക്കാട് നഗരം എന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത രീതിയാണ്. പിന്നെ കോടതിപ്പടി പറയുമ്പോൾ അവിടെ പിന്നെ എന്നും തിരക്കാണ്. അവിടുത്തെ ട്രാഫിക്കിൻ്റെ പരിഷ്കാരങ്ങൾ മാത്രമാണ് പ്രശ്നം വരുന്നത്. കാരണം അവിടെ ആ സാമിയ സിൽക്സിലും അതേപോലെ ഇപ്പുറത്തുള്ള കോംപ്ലക്സും ഒക്കെ ഭയങ്കര എന്താ പറയുക ട്രാഫിക്, അതായത് പാർക്കിങ് ശരിയായ രീതിയിൽ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ഭയങ്കര പ്രശ്നം വരുന്നത്. ഒക്കെ തോന്നിയ മാതിരി ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാറ് കൊണ്ടുവരുന്നത്, അല്ല അലാഖിൻ്റെ വലിയ കാറാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് മറ്റുള്ള വണ്ടികൾക്ക് അത് ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ്. പിന്നെ പറയാനുള്ളത്, അത് നിങ്ങൾ ശരിക്കും ഒന്ന് കേൾക്കണം കുറച്ച് നേരം. എനിക്കും അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏതറ്റത്തേക്കും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പോലീസുകാർക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ്
പോലീസ് സേനയെ ജനങ്ങൾ കണ്ടിരുന്നത്. നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേക്ക് ഓരോ രീതിയിലുള്ള പോലീസുകാരെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം, ജനമൈത്രി പോലീസാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വീകാര്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ ഒരു നമുക്ക് എന്താ പറയുക, ജനങ്ങളുടെ സുരക്ഷയും അതേപോലെ തന്നെ അവരുടേതായ ആവശ്യങ്ങളും കേസിൻ്റെ കാര്യം എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു പോലീസ് സേന തന്നെയായിരുന്നു കേരളത്തിൻ്റേത്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതന്നെ ചർച്ച, ഇത് തന്നെയാണ്. അതായത് സംഭവം ഒരു എന്താ പറയുക, ഒരു മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇതൊക്കെ ആരുടെ കുഴപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ തന്നെയാണ് കുഴപ്പം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ എന്താ പറയുക നില ഇങ്ങനെ തുടർന്ന് പോണത്. പട്ടികളെയും നായക്കളെയും മൃഗങ്ങളെക്കാട്ടിലും എന്താ പറയുക അതമ്പതിച്ചു പോയി ഈ മനുഷ്യൻ്റേതായ വർഗം. അപ്പോൾ അതിൽ പെട്ട ഒരു അംഗം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ്. ഞാനിത് പറയണ്ട എഴുതിയതാണ്. കാരണം എന്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് പറയണത്. അപ്പോൾ അത് വലിയ തെറ്റാണോ? ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 പാർട്ടിക്കാരുണ്ട് ഇവിടെ, 3 അല്ല 10,000 പാർട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. വെറുതെ ആവശ്യമില്ലാത്ത കുറേ പാർട്ടികളുണ്ട് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒരു തെറ്റായിട്ട്, പിന്നെ അത് മാത്രമല്ല എന്തൊക്കെ ചോദ്യം ചെയ്തതിനെ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് ഒരു അവകാശമില്ലേ? നമ്മളിപ്പോൾ എന്ത് കണ്ടാലും, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നല്ല, CPM-ൻ്റെ ആയാലും അല്ല, BJP ആയാലും അല്ല, ചോദിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ നമുക്ക്. ഇത്രയൊക്കെ മോശമായി പോയോ നമ്മുടെ കേരള പോലീസ്? വളരെ അപമാനകരമാണ് മറ്റുള്ള പോലീസ് സേനയ്ക്കും കൂടി. ഇപ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അപമാനം കൊണ്ട് അപമാനിക്കുകയാണ്. ഇപ്പോൾ അത് എങ്ങനെയാണ് ഇങ്ങനെ കടുപ്പിച്ച് പറയാമെന്നറിയില്ല. വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം, വളരെ മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു രീതിയുണ്ട്. പണ്ട് നമ്മൾ ഈ തമ്പ്രാക്കന്മാരുണ്ടാകുമ്പോൾ ഒരു പരിപാടിയുണ്ട്, അതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമ്മുടെ കേരള സമൂഹം മൊത്തത്തിൽ ആലോചിക്കണം അതാണ്. എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഏതെങ്കിലും ഇപ്പോൾ കൂടുതലും കേസ് ഉണ്ടാവുന്നത് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വാർത്താ ചാനലുകാർ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചിട്ട് ഇന്ന് വല്ലാതെ ചർച്ച ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവർക്ക് മെയിനായിട്ട് എന്താ വേണ്ടല്ലോ, റീച്ച് കിട്ടുന്ന ഏതെങ്കിലും ന്യൂസ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ അപകടം പോലെയുള്ള മെയിൻ വാർത്തകൾ അവർക്ക് മറ്റുള്ളവർക്ക് സങ്കടവും അവർക്ക് സന്തോഷം വരുന്ന വാർത്തകൾ മാത്രമാണ് ഇവർ കുത്തിപ്പൊക്കി വിടുക. അല്ലാതെ ഇവർ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ രീതിയിൽ. അപ്പോൾ കേസും FIR-ഉം രജിസ്റ്റർ ചെയ്യാത്ത ലോകത്തിലെ ആദ്യത്തെ ഒരു സംഭവം തന്നെയായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണുകടി അസൂയയാണ്. കാരണം വളരാൻ സമ്മതിക്കില്ല, വളരാൻ. പക്ഷേ ഞാൻ വേറൊന്ന് പറയട്ടെ, ഈ പോലീസുകാരോട് ഞാൻ പറയട്ടെ, നല്ല പോലീസുകാരുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നല്ല പോലീസുകാരുണ്ട്, മണ്ണാർക്കാട് തന്നെ. അവർക്കും കൂടി ശരിക്കും ചീത്തപ്പേരാണ് ചില പോലീസുകാർ. അപ്പോൾ വാർത്താക്കാർ പറയുന്നത് ക്രിമിനൽ ഗുണ്ടകളാണ് എന്നാണ് പറയുന്നത്. CPM-ൻ്റെ ആഭ്യന്തരത്തിൻ്റെ ക്രിമിനൽ ഗുണ്ടകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സസ്പെൻഷൻ കൊടുത്തിട്ട് എന്താണ് കാര്യം? അവർ വേറെ സ്റ്റേഷനിൽ പോവുക, അതേപോലെ അവിടെ ഇപ്പോൾ രാജാക്കന്മാരെ പോലെ വാഴുക. അപ്പോഴും ഈ ജനങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ. 2 വർഷം മുന്നേ ഉള്ള കേസാണത്. എന്നിരുന്നാലും അത് മാത്രമല്ല, CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര കേസുകളുണ്ട് നമ്മുടെ കേരളത്തിൽ? എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ കുറച്ച് കാലമുള്ളൂ.
നമ്മൾ മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുക കേരളത്തിലെ ജനങ്ങൾ മൊത്തം. കാരണം അധികാരബലവും അധികാരത്തിന്റെ കയ്യൊക്കും അഹങ്കാരവും അറിവില്ലായ്മയും എളിമയില്ലായ്മയും ബഹുമാനക്കുറവും ഒക്കെ നിങ്ങൾ കുറച്ച് മാസം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉറപ്പായിട്ട് ഞാൻ പറയാം. കാരണം വെറുത്തുപോയി നിങ്ങളെ ഈ എന്താ പറയുക പ്രസ്ഥാനം. കാരണം അത്രയ്ക്ക് നിങ്ങൾ ജനങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, ജനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അന്ന് അതുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവർക്ക് പറയാനുള്ളത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം ശരിക്കും. ആര്യ, ഇതിപ്പോൾ ഒരു മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വമേധയാ തന്നെ ഒരു പൊതു താൽപര്യ ഹർജി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് 11 കസ്റ്റഡി മരണങ്ങൾ കഴിഞ്ഞ 8 മാസത്തിനുള്ള, അതായത് 2025 ഇക്കൊല്ലം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് 2 അംഗ ബെഞ്ച് ഇപ്പോൾ പൊതു താൽപര്യ ഹർജി എടുത്തിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. 2020 മറ്റൊരു കേസിൽ സുപ്രീം കോടതി രാജ്യത്താകമാനം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് നൈറ്റ് വിഷനും ഓഡിയോയും എല്ലാ വിഷ്വലും അടങ്ങുന്ന CCTVകൾ തന്നെ വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. മാത്രമല്ല ഇതിനായി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ തലത്തിൽ വരെ വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കസ്റ്റഡിയിലുള്ള പീഡനം, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അന്വേഷണ ഏജൻസികളുടെ സുതാര്യമായ പ്രവർത്തനം, ഇവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി 2020 ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ ഇത് പലയിടത്തും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു പൊതു താൽപര്യ ഹർജി രജിസ്റ്റർ ചെയ്യുന്നതിന് കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ആ ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസെടുത്തത് പോലീസാണെന്ന് പറയാൻ പറ്റും. ഇത് ഗുണ്ടാ സംഘമല്ലേ പ്രവർത്തിക്കുന്നത്, ക്രിമിനൽ സംഘമാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിന് ഉത്തരം പറയുന്നത്, നടപടി എടുത്തോ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താ, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാ. എല്ലാ കാര്യങ്ങളിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുന്നവർ, യൂറോപ്യൻ നിലവാരമോ ലോക നിലവാരം വെച്ച് ഇവരെ പിരിച്ചുവിടണ്ടേ? ഒരു നിമിഷം പോലും ഈ ഉദ്യോഗസ്ഥർ ഇനി തുടരാൻ പാടില്ല. ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇവര് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടും. ഇത് വ്യക്തമാണല്ലോ, ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലാതെ തന്നെ ആ വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾവി ശക്തി പോലും നഷ്ടപ്പെട്ടു. ഒരു നിമിഷം പോലും ഇനി ഉദ്യോഗസ്ഥർ ഈ പദവിയിൽ തുടരാൻ പാടില്ല, ഫോഴ്സ് കാണാൻ പാടില്ല. കാരണം അവര് പോലീസ് ഫോഴ്സിന് അപമാനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടത്തിനെതിരെ FIR, രാഹുലിനെതിരെ 10 പരാതികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടു കാണും. നിങ്ങളിൽ പലരും വിചാരിച്ചും കാണും 10 പരാതിയൊക്കെ വന്നതല്ലേ